പക്ഷേ ഞാൻ രാവിലെ തന്നെ എണീച്ച് സൈഡിൽ വന്ന് വെയിലൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് കുറച്ച് തണലത്ത് വരിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ തണലത്തോട്ട് ഇരുന്നപ്പോഴാണ് ആ ഒരു പയ്യൻ നിന്ന് മീൻ പിടിക്കുന്നത്. അവന് മീനും കിട്ടുന്നുണ്ടേ. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നപ്പോൾ നല്ല ദാഹം. അങ്ങനെ ആശാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ 2 ഇളനീരങ്ങ് ഇട്ടുന്നത് ശബ്ദശുദ്ധ പെടാപ്പരി അതാവട്ടെ. അങ്ങനെ ആശാൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ കരിക്കൊക്കെ ഇട്ടുന്നത് അങ്ങനെ നേരെ ഞാൻ കരിക്കെടുക്കാനായിട്ട് പോവുകയാണ്. ഒരു 3-4 കരിക്ക് ആശാൻ ഇട്ടേ. എക്സ്പേർട്ടാണ് ഇതിനൊക്കെ. അങ്ങനെ ആശാൻ്റെ ആ ഒരു കരിക്കിടയിൽ നിന്ന് കരിക്കൊക്കെ കിട്ടി അത് പൊട്ടിച്ച് നല്ല രീതിക്ക് മെട്ടാന്ന് അടിച്ചു. അങ്ങനെ ആ കരിക്കൊക്കെ കുടിച്ചതിന് ശേഷം ആണ് ആശാൻ പറഞ്ഞ വണ്ടിയിൽ ഡീസൽ ഇല്ലടാ, പോയി ഡീസൽ എടുത്തുകൊണ്ട് വരാം. അങ്ങനെ നേരെ ഡീസൽ ടാങ്ക് എടുത്തുകൊണ്ട് നേരെ വിട്ടു. എങ്ങോട്ടെന്നല്ലേ? പമ്പിലേക്ക്. അങ്ങനെ പമ്പിലേക്ക് പോയി അവിടെ ചെന്ന് തിരിച്ചെത്തിയപ്പോൾ കാണാം 10 മണിക്ക് ഇവിടെ ചായ കൊടുക്കുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നേരെ തെറിച്ചു. നമുക്കിന്നൊരു വർക്കുണ്ടേ മേവ ഓഡിറ്റോറിയത്തിൽ വെച്ച്. അങ്ങനെ നേരെ അവിടെ എത്തിയപ്പോഴത്തേന് ഷേക്ക് കുടിക്കാനൊരു കൊതി. ഞാൻ നമ്മുടെ ചിക്കനും കൂടി ചേർന്ന് ഒരു ഷേക്കൊക്കെ കുടിച്ചിട്ട് നേരെ സൈഡിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഡിസൈനിങ് വർക്കൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഗൈസ്, ഇത് നിസ്സാര പുള്ളിയല്ല, താജ് ഹോട്ടലിലെ ഷെഫാണ്. ഇവനും ഈ കാണുന്ന പുള്ളിക്കാരനും താജ് ഹോട്ടലിലെ ഷെഫാണ്. അങ്ങനെ അവരുടെ വർക്കൊക്കെ കണ്ട് ഞാനും നമ്മുടെ പയ്യന്മാരെല്ലാം കൂടെ പരിപാടികളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഗൈസ്, ഇതാണ് നേരത്തെ അവർ സെറ്റ് ചെയ്ത ഒരു സംഭവം, മാജിക് ടച്ച് ഇവൻറ്റ്സ്. അങ്ങനെ ബ്രൈഡും ഗ്രൂമും വന്ന് നമ്മളെ വർക്കും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് വൈൻഡപ്പ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.